ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. ഏവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനം എന്ന ചരിത്ര സംഭവം ലോകം മുഴുവൻ ഹൊശാന ഞായറായിട്ട് ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേക സന്ദർഭത്തിൽ ആ ചരിത്ര പ്രാധാന്യമുള്ള സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗം വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 6 മുതൽ 11 വരെയുള്ള വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കട്ടെ. ശിഷ്യന്മാർ പുറപ്പെട്ടു, യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു. അവൻ കയറിയിരുന്നു. പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുന്നും പിന്നും നടന്ന പുരുഷാരം, ദാവീദ് പുത്രന് ഹൊശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹൊശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവൻ യെരുശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി. ഇവൻ ആർ എന്ന് പറഞ്ഞു. ഇവൻ ഗലീലയിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു. നമുക്ക് വളരെ പരിചിതമുള്ള ഒരു വേദഭാഗമാണ് വായിച്ച് കേൾപ്പിച്ചത്. യേശു ജനിച്ചപ്പോൾ യേശുവിനെ കാണുവാൻ വന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഹെരോദാവിനോട് ഇങ്ങനെയാണ്: രാജാവായി പിറന്നവൻ എവിടെ? യേശു രാജാവായിട്ട് പിറന്നവനാണ്. അതുകൊണ്ട് തന്നെ യഹൂദനെ ഉദ്ധരിക്കുവാൻ വരുന്ന മശിഹ രാജാവാണ് എന്നുള്ളത് അവർക്കറിയാം. മശിഹ, ആ അഭിഷക്തൻ ഒരിക്കൽ പോലും യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ നിലയിൽ വരുമെന്ന് അവരാരും കരുതിയിരുന്നില്ല. എന്നാൽ യേശുവിന്റെ വരവ് തികച്ചും വ്യത്യസ്തമാണ്. കുതിരപ്പുറത്ത് ഒരു രാജാവ് കടന്നു വരും എന്നുള്ള ചിന്തയിൽ കാത്തിരിക്കുമ്പോൾ ഇവിടേക്ക് വരുന്ന യേശുവിനെ ശ്രദ്ധിച്ചാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, യേശു വന്ന വിധവും മറ്റൊന്ന് വന്ന വ്യക്തിയുമാണ്. ഇത് രണ്ടും ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശു വന്ന വിധം നാം ഒന്ന് പരിശോധിക്കുക. അവിടെ വായിക്കുന്നത് കഴുതക്കുട്ടിയുടെ പുറത്തു കയറി യേശു യെരുശലേമിലേക്ക് എത്തി എന്നുള്ളതാണ്. ഒരിക്കൽ പോലും ആളുകൾ പ്രതീക്ഷിച്ചില്ല രാജാവായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ആ നിലയിൽ വരും എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടുമിക്ക ആളുകളും യേശുവിനെ തള്ളിക്കളയുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ വാസ്തവത്തിൽ യേശു അവിടേക്ക് കടന്നു വരുമ്പോൾ ഒരു കഴുതക്കുട്ടിയുടെ പുറത്തു കയറി വരികയാണ്. ഒരു വാക്ക് ഇങ്ങനെ പറയട്ടെ, യേശു കഴുതയെ എന്തിന് തിരഞ്ഞെടുത്തു ഈ യാത്രയ്ക്ക് എന്ന് ചോദിച്ചാൽ, കഴുത എന്ന് പറയുന്നത് ന്യായപ്രമാണം സംബന്ധിച്ചും യഹൂദന്റെ പശ്ചാത്തലത്തിലും അവഗണിക്കപ്പെട്ട, വിലയില്ലാത്ത, പരിഗണന അല്പം പോലും കൊടുക്കാത്ത ഒരു മൃഗമാണ്. യേശു യെരുശലേമിലേക്ക് കടന്നു വരുമ്പോൾ തിരഞ്ഞെടുത്തത് അവഗണിക്കപ്പെട്ട, യാതൊരു പരിഗണനയുമില്ലാതെ സമൂഹവും ന്യായപ്രമാണവും ഒരുപോലെ തള്ളിക്കളഞ്ഞിരിക്കുന്ന ആ കഴുതയുടെ പുറത്തു കയറിയാണ്. ആളുകൾ അവരുടെ വസ്ത്രങ്ങളും വൃക്ഷച്ചില്ലകളും വെട്ടി വഴിയിൽ വിതറുമ്പോൾ അവർ ഹൊശാന ഹൊശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ഉറക്കെ വിളിച്ച് പറയുകയാണ്. അവഗണിക്കപ്പെട്ട ഒരു മൃഗത്തെയാണ് ആ യാത്രയ്ക്കായി യേശു തിരഞ്ഞെടുത്തത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഞാൻ പറയട്ടെ, യേശു ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നത് അവഗണിക്കപ്പെട്ട, ആരാലും പരിഗണന ഇല്ലാതെ കിടന്ന, എന്തിന് ഒരു കഴുതയുടെ വില പോലും ഇല്ലാതിരുന്ന എനിക്കും നിങ്ങൾക്കും ഒരു ജീവൻ തരുവാനാണ്, നമ്മെ യോഗ്യന്മാരാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. രണ്ട്, നാം ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ അവിടെ കടന്നു വന്ന വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആരാ കടന്നു വന്നത്? നാം വായിക്കുന്നു, യെരുശലേമിലേക്ക് എത്തിയപ്പോൾ ഈ ആളുകൾ കൂടി നിൽക്കുന്ന കാഴ്ച കണ്ട് ജനം ഇരമ്പി വന്നപ്പോൾ അവർ പരസ്പരം ചോദിക്കുക, ഇവൻ ആർ, ഇവൻ ആർ. ആ ചോദ്യത്തിന് മുമ്പാകെ ആളുകൾ പറയുക, നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. അത് പറയുന്നത് വെറുതെയല്ല, അവൻ നസ്രത്തിൽ നിന്ന് വന്നവനാണ്, അവൻ നസ്രത്തുകാരനാണ്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിൽ നമുക്കതിന്റെ പശ്ചാത്തലം കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നസ്രത്തിൽ നിന്നും വല്ല നന്മയും വരുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരമായിട്ട് വന്ന് കാണുക എന്നാണ് പറയുന്നത്. നസ്രത്ത് എന്ന് പറയുന്ന പട്ടണം ഈ ചരിത്രത്തിലൂടെ നാം പരിശോധിച്ചാൽ ഒരു പരിഗണനയും ഇല്ലാത്ത ഇടമായിരുന്നു. നസ്രത്തിൽ നിന്നും ഒരു നന്മയും ആർക്കും പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സ്ഥലം. അങ്ങനെയുള്ള ഇടത്തു നിന്നും ഇതാ ഒരുവൻ വരുമ്പോൾ അവനെ കുറിച്ച് പറയുക, ഇവൻ നസ്രത്തിൽ നിന്നുള്ളവനാണ്, അവൻ നസ്രത്തുകാരനാണ്. അതെ, ആദ്യമായിട്ട് നസ്രത്ത് എന്ന പട്ടണത്തിന്റെ പേര് യെരുശലേമിന്റെ മണ്ണിൽ ഉറക്കെ ഒരു വ്യക്തിയാൽ വിളിച്ചു പറയുവാൻ ഇടയായിട്ട് തീർന്നു. ഒരു പരിഗണനയും ഇല്ലാതിരുന്ന നസ്രത്ത് പട്ടണത്തിന്റെ പേര് യേശു ഏറ്റെടുത്തു.
നസ്രയത്തുകാരൻ എന്ന പേരിനാൽ യേശു അറിയപ്പെടുവാൻ ഇടയായി തീർന്നു. ഇന്നും ലോകത്തിനു മുമ്പാകെ നസ്രയത്ത് എന്ന് പറയുന്ന പട്ടണം മഹത്വമുള്ള ഒരു പട്ടണമായി, ഉയർന്ന പട്ടണമായിട്ട് തീർന്നിരിക്കുകയാണ്. ഞാനിങ്ങനെ പറയട്ടെ, കഴുതയെ സംബന്ധിച്ച് പറയുമ്പോഴും പട്ടണത്തെ സംബന്ധിച്ച് പറയുമ്പോഴും ഈ രണ്ടിടത്തും ഒരു പരിഗണനയും ഒരു യോഗ്യതയും പറയുവാനായിട്ട് ഇല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ഈ മണ്ണിലേക്ക് ജഡം ധരിച്ചു വന്നത് വാസ്തവത്തിൽ അവഗണിക്കപ്പെട്ടും അശരണരായിട്ടും ആലംബഹീനരായിട്ടും പരിഗണനയില്ലാതെയും കടന്നിരുന്ന, പാപം സംബന്ധിച്ച് ദൈവത്തിൽ നിന്നും എന്നേക്കും നഷ്ടപ്പെട്ടു പോയിരുന്ന മാനവ മനുഷ്യനെ വീണ്ടെടുത്ത് ഉദ്ധരിച്ച് ഉന്നതരും ഉത്കൃഷ്ടരുമാക്കി തീർക്കുവാൻ വേണ്ടി ആയിരുന്നു. അതിനാണ് യേശു ഈ മണ്ണിലേക്ക് വന്നത്. അതെ, യേശുവിന്റെ ആ വരവിലൂടെ സാധ്യമായ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കഴുതകൾക്ക് സമമായിരുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ യേശു മാറ്റി ഇവിടെ ഇതാ യോഗ്യന്മാരാക്കി നമ്മെ തീർത്തു. അതെ, ആ പട്ടണം പോലെ, ആ നസ്രത്ത് എന്ന് പറയുന്ന ആരാലും പരിഗണനയില്ലാതിരുന്ന, ഒരു നന്മയും വരുവാൻ യോഗ്യതയില്ലാതിരുന്ന ആ പട്ടണത്തിന്റെ അവസ്ഥയായിരുന്നെങ്കിൽ ഇന്ന് നാം നസ്രത്തുകാരന്റെ മക്കളായിട്ട് തീർന്നിരിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായിട്ട് മാറ്റുവാൻ യേശുവിന്റെ ഈ മണ്ണിലേക്കുള്ള ജഡാവതാരം കൊണ്ട് ഇടയായിട്ട് തീർന്നു. കേവലം അവൻ ജനിച്ചത് കൊണ്ടല്ല ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടായത്, മറിച്ച് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കുവാൻ കഴിയുന്നത് അവിടുന്ന് ഈ മണ്ണിലേക്ക് വന്ന് നമ്മുടെ പ്രശ്നത്തെ സമ്പൂർണമായിട്ട് പരിഹരിക്കുവാൻ അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ചിന്തി അവിടുന്ന് നമുക്ക് വേണ്ടി ക്രൂശിതനായിട്ട് തീർന്നു. യെരുശലേമിലെത്തിയ കർത്താവ് ഇനി അനുഭവിക്കാൻ പോകുന്ന വ്യഥയുടെ ചരിത്രം നമുക്ക് ഏവർക്കും അറിയാം. യേശു വ്യഥകളേൽക്കുകയും പുരോഹിതന്മാരുടെ മുമ്പാകെ നിൽക്കുകയും ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിൽക്കുകയും അടികളാലും ആക്ഷേപങ്ങളാലും യേശു കർത്താവ് വേദന സഹിക്കുകയും എന്തിന്? നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവൻ തന്റെ ശരീരത്തിൽ ഏറ്റുകൊണ്ട് നമുക്ക് വേണ്ടി വേദനപ്പെട്ട് മരിക്കുവാൻ വേണ്ടി കടന്നു പോവുകയാണ്. ആ കർത്താവിനെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കാം. നമുക്ക് വേണ്ടി ക്രൂശിൽ രക്തമൊഴുക്കി നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ യോഗ്യന്മാരായ എണ്ണിയ പ്രാണപ്രിയന് ഇന്ന് പ്രഭാതത്തിൽ സകല മഹത്വവും അർപ്പിക്കാം. അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ആ വിലയേറിയ നാമം ഇന്നും എന്നേക്കും മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.